താഞ്ചൂർ ആർട്ടാണ് തമിഴ്നാടിൻ്റെ ഒരു നമ്മളെ മ്യൂറൽ, ഇവിടുത്തെ കേരളത്തിലെ മ്യൂറൽ ആർട്ട് പോലെ താഞ്ചൂർ ആർട്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മൾ പഠിക്കാൻ നിർത്തും. 24 ക്യാരറ്റ് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 24 ക്യാരറ്റ് ഗോൾഡ് ഫോയിൽ എന്ന് പറയും. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 50 to 60, 100 ഇയേഴ്സ് ആയാലും നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ഒന്നും പറ്റില്ല. ഇത് ഹാഫ് ഡൺ ആണല്ലേ? ഹാഫ് ഡൺ ആണ്. ഒക്കെ ഹാഫ് ഡൺ. ഇനി പെയിൻറ്റിങ് വർക്ക്സ് ഉണ്ട്, കുറച്ച് സ്റ്റോൺ ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ വെക്കാനുള്ളതുണ്ട്, കളേഴ്സ് കൊടുക്കാൻ കുറച്ചുണ്ട്. അപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സിലും ഒരു തീമുണ്ട്. നമ്മൾ ഗ്രീൻ, റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുള്ളൂ. അതിൽ സ്റ്റോൺസ് താഞ്ചൂർ സ്റ്റോൺസ് യൂസ് ചെയ്യും, അമേരിക്കൻ ഡയമണ്ട്സ്, ഏരി സ്റ്റോൺസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഇമ്പോർട്ടഡ് സ്റ്റോൺസ്, ഏത് സ്റ്റോൺസ് ആണോ ഏത് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ പേൾസും വയ്ക്കാം. ഹാഫ് പേൾസ് യൂസ് ചെയ്തും ഡെക്കറേറ്റ് ചെയ്യും. ഹാഫ് പേൾസ് ലാസ്റ്റിലേ യൂസ് ചെയ്യുള്ളൂ. ഇത് ആക്ച്വലി ഒരു ട്രഡീഷണൽ ആർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ 3 കളേഴ്സേ യൂസ് ചെയ്യാവും. വൈറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ ടിപ്പിക്കൽ ആ കളേഴ്സ് ചെയ്യും. കളറ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത് പോസ്റ്റർ കളേഴ്സാണ് യൂസ് ചെയ്യണത്. പോസ്റ്റർ കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇതിനകത്ത്. എന്തിനാ? ഇത് നല്ലോണം ഷൈൻ ഉള്ളതുകൊണ്ട് ഇത് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മാറ്റ് ഫിനിഷ്. തമിഴ്നാടിൻ്റെ ഒരു റിച്ച് പെയിൻറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതും അതേപോലെ തന്നെ പണ്ടത്തെ പാലസസിലും ടെമ്പിൾസിലുമാണ് കണ്ടുകൊണ്ടിരുന്നത്. അന്നൊക്കെ ജെംസും ഡയമണ്ട്സ്, പ്യോർ ഡയമണ്ട്സും ഒക്കെ യൂസ് ചെയ്താണ് ചെയ്തുകൊണ്ടത്. അപ്പോൾ ഏറ്റവും ട്രഡീഷണൽ പെയിൻറ്റിംഗ് ആണ്. അതെ. അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ താഞ്ചൂർ പെയിൻറ്റിംഗ് തന്നെയാണ്. മീൻസ് ഒരു ചെറിയ പെയിൻറ്റിംഗ് തന്നെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് തന്നെ നമുക്കൊരു എത്ര ചെറിയൊരു മിനിയേച്ചർ ഒരു പോസ്റ്റ് കാർഡ് സൈസിലൊക്കെ തന്നെ ഒരു 5,000 ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഗോൾഡ് ഫോയിലും ആൻഡ് മാക്സിമം നല്ല സ്റ്റോൺസും വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 5,000 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. ലാക്സ് വരെയും പോവാം, നമുക്ക് എത്ര എണ്ണം പോവാം. ഒരു വലിയ 2 മീറ്ററാണോ എത്ര മീറ്ററിലാണോന്ന് അറിയില്ല, 1 മീറ്ററിലൊക്കെ ഒരുപാട് അധികമുള്ള ഒരു മ്യൂറൽ വർക്കാണിത്. ഇത് ചെയ്യുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാ പേര്? ഇതാരാണ്? പേര് പറയോ? എൻ്റെ പേര് ഷീജ. ഷീജ ചെയ്ത ഈ വർക്ക് എന്താണ്? ഇത് പാണ്ഡുവിൻ്റെ പട്ടാഭിഷേകമാണ്. പാണ്ഡുവിൻ്റെ പട്ടാഭിഷേകം. ഞാൻ ഇതൊന്ന് കാണിച്ചോട്ടെ. പാണ്ഡുവിൻ്റെ പട്ടാഭിഷേകം. ഇത് വന്നോളൂ. ഇവിടെ അക്രിലിക്ക് ചെയ്യാനാണ് വന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു മ്യൂറൽ തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് കലംകാരി ചെയ്തു. സ്വന്തമായി ചെയ്ത കലംകാരിയാണോ ഇത്? സ്വന്തമായി ഫാബ്രിക് പെയിന്റിംഗ് അല്ലേ? ഫാബ്രിക് പെയിന്റിംഗ് ചെയ്ത് കലംകാരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ കാണിക്കട്ടെ, എല്ലാവർക്കും കാണാമല്ലോ ഇത്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ടസർ സിൽക്ക് സാരി അല്ലേ? നല്ല ഒലീവ് ഗ്രീൻ ആണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ. ടീച്ചർ, ഈ ചിത്രം ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റ് വരച്ചതാണോ അല്ല ടീച്ചർ തന്നെ വരച്ചതാണോ? സ്റ്റുഡൻറ്റ് വരച്ചതാണ്. ഓക്കെ. എൻ്റെ പേര് രേണുക. ഓക്കെ. രേണുകയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫിനിഷ് പ്രോഡക്റ്റ് അല്ലേ? കംപ്ലീറ്റഡ് ആണ്, റെഡി ഫോർ വാർണിഷ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ പുതിയ സ്റ്റുഡൻസ്, ഒരുപാട് സ്റ്റുഡൻസ് ടീച്ചർക്ക് വരുന്നുണ്ടല്ലോ. അപ്പം ഒരു കുട്ടി വരുമ്പോഴേ എന്തെങ്കിലും ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാകുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നുണ്ടോ? വാട്ട് ക്വാളിറ്റീസ് ഡു യു എക്സ്പെക്ട് ഫ്രം ദം? മെയിനായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് വേണം. അവർ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവർക്ക് ആരും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അവർക്കൊരു ഇൻട്രസ്റ്റ് വേണം. പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ പേഷ്യൻസ് വേണം. അതെ. പിന്നെ ഓരോ കുട്ടിക്കും ഓരോ സ്ട്രോക്സ് ആയിരിക്കും. ഇന്നതെന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെ. ഒരേ പിക്ചറായിരിക്കും ചിലപ്പം 5 പേര് ചെയ്യണം. ആ 5 പേരെ സ്ട്രോക്സും കളർ കോമ്പിനേഷന് കുറേ ടോൺസ് എല്ലാം മാറും, യുണീക്കായിരിക്കും. അപ്പം നമുക്കത് കാണാം, നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഓരോ പേര് ഹാൻഡ് എന്ന് പറയും, നമ്മളെ കയ്യിൻ്റെ ആ ഒരു ചിട്ടകൾ കുറച്ചൊക്കെ മാറും. എത്ര നമ്മൾ ഗൈഡ് ചെയ്താലും അവരെ ഒരു ഹാൻഡ് അതിനകത്ത് വരും. അതുകൊണ്ട് അത് യുണീക്ക് പിക്ചറായിട്ട് തന്നെ മാറും. അതെ. അവളെടുത്ത് 5 എടുത്ത് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും അല്ലേ?
ഈ അക്രിലിക്കിൻ്റെ ഉടമസ്ഥനാണ് ഈ നിൽക്കുന്നത് ആരതി അല്ലേ? ആരതി ഇത് എത്രാമത്തെ അക്രിലിക്കാണിത്? 12 ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പം എന്നെ കഴിഞ്ഞ് സ്വന്തമായി ചെയ്യൂല, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നത്, വീട്ടിലിരുന്ന് ചെയ്യാതെ? അതെ. ആ ഓക്കെ. ആ ക്യാൻവാസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അക്രിലിക് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആ പെയിന്റിംഗ് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഒന്നും കൂടെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ആർട്ടിയുടെ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ബോർഡിൻ്റെ ബോർഡാണ് അല്ലേ ടീച്ചർ? ക്യാൻവാസ് ബോർഡ്. ക്യാൻവാസ് ബോർഡ്. അതിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒരു ലൈൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ആവശ്യമുള്ള അക്രിലിക് പെയിൻറ്റ്സ് കളേഴ്സ് അക്രിലിക് കളേഴ്സ് മാത്രം. ഓക്കെ. ഒരു ലാൻഡ്സ്കേപ്പ്. ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ആരതി അല്ലേ? ആണോ? എന്താ പേര്? മിത്ര. മിത്ര. മിത്ര എന്ത് വർക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ? താഞ്ചൂർ പെയിന്റിംഗ്. താഞ്ചൂർ പെയിന്റിങ്ങിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര കാർപ്പൻറ്ററി ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇത് എന്താണ്? ആണി അടിക്കുന്നതാണോ? ആണി അടിച്ച് സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റോൺ അവിടെ വെക്കാൻ പോകുന്നത്? താഞ്ചൂർ സ്റ്റോൺസ് ആണോ? എന്തെങ്കിലും സ്റ്റോൺസ് ആണോ? AD സ്റ്റോൺസും താഞ്ചൂറും എല്ലാം വരും. അത് ശരി. ഓക്കെ. ഓക്കെ. അപ്പോൾ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പം 4 days ആയി. 4 days ആയി. ഇത് തിരുപ്പതി ബാലാജി അല്ലേ? ഓക്കെ. ബാലാജി പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ തന്നെ അതെ. ഹോമാണ്. ഓക്കെ. നല്ല ഭംഗിയായിട്ട് ഇത് ഫുള്ളായിട്ടുള്ള വർക്കും കൂടെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ? കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഓക്കെ. താങ്ക് യു. അടുത്ത ആൾ ആരാണെന്ന് അറിയാം? അടുത്ത ആൾ വരയ്ക്കുന്നത് സരസ്വതി അല്ലേ? സരസ്വതി മ്യൂറൽ. ഇത് ഫസ്റ്റ് മ്യൂറലാണോ? അതെ. അപ്പം ഫസ്റ്റ് മ്യൂറൽ ഇത്രയും നന്നായി ചെയ്തല്ലേ, എന്താ തോന്നുന്നു? ഭയങ്കര സന്തോഷം. അതെ, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് മ്യൂറൽ നല്ല കളർഫുള്ളായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്ത് വർക്കാണ് ബാക്കി ഇരിക്കുന്നത്? കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വാർണിഷൊക്കെ ചെയ്തോ? വാർണിഷ് ചെയ്തു. അതെ, അതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയില്ലേ? ഇതിന് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ ചിത്രം വീട്ടിൽ കൊണ്ടുപോയി തൂക്കുവോ അല്ലെങ്കിൽ? വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ ആർട്ട് ഒന്നും അറിയാതെ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാവുമ്പോൾ അവർ ചെയ്ത് കഴിയുന്ന പ്രൊഡക്റ്റ് ടീച്ചർ വിചാരിച്ചൊരു നിലവാരത്തിലേക്ക് എത്താറുണ്ടോ? നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും അവരെ കൊണ്ട് ആ ഒരു ഇതിൽ കൊണ്ടുവരാനായിട്ട്. അതെത്തും. പക്ഷെ ഒരു കാര്യമുള്ളത്, അവർ അതിനനുസരിച്ച് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഹാൻഡ്, നമ്മളെ കൈ, അത് ഓരോ പേർക്കും ഓരോന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആദ്യം പിന്നെ ഒരു കാര്യമുള്ളത്, കുഞ്ഞു കുട്ടികൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും കുറച്ചും കൂടെ എളുപ്പം പിക്കപ്പ് ചെയ്യണ വേറെ ഒന്നല്ല, അവർക്ക് അങ്ങനെ പേടിയില്ല, ഭയമില്ല. അപ്പം അവർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും, പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മൾ ഒരു ഏജ് വന്നുകൊണ്ടിരിക്കുന്ന തോറും നമുക്ക് കുറച്ചൊരു കോൺഷ്യസ് ആവും. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ചെറിയ ഡിലേ വരുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഒരുവിധം നീറ്റായിട്ട് വരും. നീറ്റായിട്ട് അവർ ചെയ്ത് ഫിനിഷ് ചെയ്യും പ്രോഡക്റ്റ്. അവരും കൂടെ ഇരുന്ന് മീൻസ് ആ വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള അത്രയും ടൈമും ഇതൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓരോ വർക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിനോടുള്ള ഒരു അത്രയേ ഉള്ളൂ. വേറെ രീതിയിലൊക്കെ അവർ ഒരുവിധം ഒപ്പിച്ചെടുക്കും. പിന്നെ പെർസീവറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതെ, പെർസീവറൻസ് അത് ആവശ്യമുണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും വേണം. അത് ശരി. പ്രത്യേകിച്ച് നമ്മൾ ആർട്ട് ഫോംസിൽ ഇല്ലെങ്കിൽ അതിന് ആ പൊസിഷനിൽ നമുക്ക് എത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ടീച്ചർ ഒരുപാട് എല്ലാ ആർട്ടുകളും വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ടീച്ചർ സ്വന്തമായിട്ട് വരച്ചില്ല ഏതെങ്കിലും പ്രൊഡക്റ്റോട് ടീച്ചറിന് ഭയങ്കര എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ചിത്രം അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. മീൻസ് നമ്മൾ ഓരോ പിക്ചർ
ഫസ്റ്റ് വൺ ചെയ്യുമ്പോഴേ സെക്കൻഡ് ഓക്കെ അത് കൊള്ളാമെന്ന് നമുക്ക് തോന്നും. സെക്കൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് വിചാരിക്കും ഇത് ദാറ്റ്സ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്ത് തീർക്കും തോറും അത് ബെറ്ററായി വരുമല്ലോ. എല്ലാ ആർട്ടിലും അതാണ്. തുടക്കത്തിൽ നമ്മൾ ചെയ്തതിനെക്കാട്ടിയും നെക്സ്റ്റ് നമുക്ക് ഓയിൽ പെയിന്റിങ്ങിനും മ്യൂറൽ പെയിന്റിങ്ങിനും ഒരു കുറച്ച് അക്രലിക് ഇത് മൂന്നിനും കുറച്ചും കൂടെ ഒരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു 3 ആർട്ട് ഫോമിൽ. നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത് വർക്കാണോ നന്നാവുക, അല്ലെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ യുവർ മൂഡ്? നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്നത് വർക്കാണോ നന്നായി? ടൈം ഓഫ് കോഴ്സ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മൂഡ്, നമ്മളെ ഹാപ്പിനെസ് എന്നൊക്കെ പറയണത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം മറക്കും. അതെ, കറക്റ്റായിട്ട് അതിലോട്ട് വരും. അപ്പം എന്തെങ്കിലും വിഷമങ്ങളോ നമുക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് മറന്നു പോകും. പിന്നെ ഒരു ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു ബ്ലിസ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്യും. നമ്മൾ ഗണേശ അല്ലെങ്കിൽ ഗോഡസസ് ഗോഡൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ. അതെ, അത് പലർക്കും ഇപ്പം മിക്കവാറും വരുന്നവർക്ക് ഫസ്റ്റ് ഗണപതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു എന്താ അത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മുഖത്തുള്ള ആ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഫീല്. പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റി ഒരു ആ ഒരു ഫീല്, അതൊരു ഭയങ്കര നമുക്ക് കാണുമ്പോഴും ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര നമുക്ക് അതിനെക്കാട്ടി ഒരു ഹാപ്പിനെസ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ അവരാ അനുഭവിച്ചു തന്നെ അറിയാം. അല്ലേ, ശരിയാണ്. അടുത്ത് കാണിക്കുന്നത് മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇത് വരയ്ക്കുന്ന ആളെ നമ്മൾ കാണിക്കാം. ആരാണ്? എൻ്റെ പേര് ഗീത, ഞാൻ ഡോക്ടറാണ്. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ആർട്ട് പഠിക്കാൻ വന്നതാണോ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് പെയിന്റിംഗ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. പണ്ടേ കുറച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് പഠിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് 3-4 ക്ലാസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇവിടെ കാണുന്ന ഈ ബോട്ടിലിട്ട് ഡോക്ടർ ചെയ്തതാണോ? അതെ അതെ, ഞാൻ വീട്ടില് തനിയെ ചെയ്തതാണോ? തനിയെ ചെയ്തത് വിത്തൗട്ട് എനിബഡീസ് ഹെൽപ്പ്? അതെ, പഠിച്ചിട്ടുമില്ല, അത് ശരി, യൂട്യൂബ് നോക്കി. അത് ശരി. അപ്പൊ ഇന്നേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ടാലന്റ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ചെയ്തതാണ്. കുറെ ബോട്ടിൽ ചെയ്തു. അത് ശരി. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് വരുമ്പോൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിനെസ് ആണോ? ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര നല്ല ഓഡിയലാണ്. അതെ, എനിക്ക് ഇത് തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പ്രതീക്ഷിച്ചത്. ഓക്കെ, അതെ, സെയിം ഹിയർ. സന്തോഷമാണ്. ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ്. അതെ, ഞാൻ ഏതാണ്ടൊക്കെ കുറച്ച് പ്രായം കുട്ടികളും എല്ലാം ഉണ്ട്. അതെ, എല്ലാവരുമായിട്ടും നല്ല. നമുക്ക് നല്ലൊരു ടീച്ചറേയും കിട്ടി അല്ലേ? അതെ, നല്ലൊരു ടീച്ചറേയും കിട്ടി. ടീച്ചറെ മൂന്ന് കാണിക്കട്ടെ. ടീച്ചർ നല്ല ടീച്ചറെ കൊണ്ട് പറയുന്നത്. വിൻസെന്റ് വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ആരാ ഇരിക്കുന്നത്? എന്താ പേര്? പ്രോഡക്ട്സ് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ കാണിക്കാൻ? വീട്ടിൽ വെച്ചിട്ടുണ്ട്. ടീച്ചർ, തിരുവനന്തപുരത്ത് ഇവിടെ മാത്രമാണോ ഈ ഫെസിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ വേറെയും കോളേജുകളിൽ ഉണ്ടോ ഈ ഫെസിലിറ്റീസ്? ഉണ്ട്, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പല കോളേജസിലും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 25 years ആയി. വിമൻസ് കോളേജിനെ പോലെ ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന വേറെ കോളേജസ് ഉണ്ടോ എന്ന് എനിക്കറിയാം. ഇത്രയും കോഴ്സുകളും പിന്നെ ഡെഡിക്കേഷനും ഒക്കെ ഉള്ളത്. അതിന് മെയിൻ കാരണം നമ്മളെ കോളേജിലെ പ്രിൻസിപ്പൾ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അനില മാമാണ്. അനില മാം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഫെസിലിറ്റി. ഇപ്പോൾ ഈ 125 yearsനും ഒക്കെ നന്നായിട്ട് നമുക്ക് എക്സിബിഷൻ നടത്താനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങളെ മാനേജർ ബിന്ദ ടീച്ചർ, ബിന്ദ മാമും ഇതേപോലെ തന്നെ നന്നായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഫോർ കോളേജ്. ടീച്ചറും ഒരു ആർട്ട് ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ
അത് ശരി. അപ്പം ടീച്ചറിന് കുറച്ചും കൂടെ ആർട്ടിന്റെ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പം നമ്മളെ കൂടെ നിന്ന് പ്രൊമോട്ട് ചെയ്യണം. നല്ല വർക്കാണ്. ഈ ലൈൻ കാണുന്നില്ല, ലൈനിന്റെ മേലിലിടാൻ ചെറിയ രീതിയിലാണ് എടുത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പ്രെഡ് ചെയ്ത് പോവേ. അപ്പം സൂക്ഷിച്ച് ഓരോ ലൈനും വിട്ട് ഇതാ വരയ്ക്കുന്നത്. ഇത് മല്ലിയൂർ കൃഷ്ണനും ഗണപതിയും. ഗണപതിയും കൃഷ്ണനും ഒന്നും ആയിട്ടില്ല. ഞാൻ വെച്ച് ഗണപതിയും സുബ്രഹ്മണ്യനല്ലേ ഒന്നിച്ചുണ്ടാവുക സാധാരണ. ബ്രദേഴ്സ് മല്ലിയൂർ കൃഷ്ണൻ അതൊരു പെക്യുലർ ആണ്. ശരിക്കും ഗണപതിയാണ്. കൃഷ്ണന് പൂജ ചെയ്തപ്പം തിരുമേനിയുടെ പൂക്കള് ഗണപതിയുടെ മുമ്പിൽ വന്ന് വീണു. അപ്പൊ മനസ്സിലായി കൃഷ്ണന്റെ പ്രസൻസും അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ മതിയോ? അല്ല അല്ല, ഇതാണ് നല്ല വശം. അപ്പൊ ഇങ്ങനെ ഇടുക അല്ലേ? ഇങ്ങനെ ഇട്ടാലേ ഞങ്ങളെ മ്യൂറൽ ക്ലാസ്സിലെ വിനയ ആന്റിയുടെ സാരീന്റെ മുകളിലുള്ളത് മ്യൂറൽ പെയിന്റിംഗ് ആണ് കേട്ടോ. കാണാവോ? ഓ കാണാം. നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെ. ഇതാരാ വരച്ചത്? ടീച്ചറ്. നമ്മളെ ടീച്ചറാണോ വരച്ചത്? അത് ശരി. ടീച്ചറിന് ഓർമ്മയില്ല അത് എപ്പോഴാ വരച്ചതുള്ള കാര്യം? എനിക്കതൊരു 10-15 വർഷം ആവും തോന്നുന്നു. ഇതാണ് ശ്രീരാമ പട്ടാഭിഷേകം അല്ലേ? അപ്പം ഇത് വരയ്ക്കുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആർക്ക് വേണ്ടിയാ വരയ്ക്കുന്നത് ഇത്? രാജശ്രീ എന്നും പറഞ്ഞ ഒരു ഡോക്ടർക്ക്. എവിടെ? ഇവിടെ തന്നെ ഇല്ലാണോ? അല്ല, നാടിവിടെയാ, അമേരിക്കയില. അത് ശരി. അപ്പൊ ഇത് മുഴുവൻ വരച്ച് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കമ്പല് ചെയ്തുകൊണ്ട് ഞാൻ അത് ശരി. ഞാൻ ചെയ്യാറുണ്ട്. അത് ശരി. മുമ്പേ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്തിരി ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. ഓക്കെ. കുഴപ്പമില്ല. അത് ശരി. ഓക്കെ. അവർക്ക് നിർബന്ധം ഞാൻ തന്നെ വരച്ചു കൊടുക്കണം. അത് ശരി. ഓക്കെ. എത്ര ഏജ് മീൻസ് അത്രയും വർഷങ്ങൾ കൂടുന്തോറും നമുക്ക് അതിന് കൂടുതൽ മാർക്കറ്റ് റേറ്റ് ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1000 rupees നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഒരു 20 to 30 years കഴിയുമ്പോൾ അത് അഫ്കോഴ്സ് ടൈം അതിനാണ്. പക്ഷെ പിക്ചറിൻ്റെ റേറ്റും ഭയങ്കര വേരിയേഷൻ ഏജ് ആവുന്നതോറും. പിന്നെ ക്രാക്സ്, നാച്ചുറൽ ക്രാക്സ് വരുന്നതുകൊണ്ട് ആ പഴമയെ കാണിക്കാൻ വേണ്ടി അതിന് കൂടുതലാണ് റേറ്റ്. ഓയിൽ പെയിന്റിങ്ങിന് എപ്പോഴും റേറ്റ് കൂടുതലാണ്. ഓയിൽ പെയിന്റിംഗ് ആണ് ലാസ്റ്റ്. ഹലോ, എന്താ പേര്? അരിഷ്മ. ഓക്കെ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എങ്ങനെയാണ് സ്പെല്ല് ചെയ്യുക? ഓക്കെ. അരിഷ്മ എന്ത് ചെയ്യുന്നു? ഓക്കെ. പഠിച്ചതൊക്കെ എവിടെയാണോ? യുക്രൈനിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ യുക്രൈനിൽ വാറുള്ളത് കൊണ്ട് നാട്ടും പാട്ടില്ലേ, അതവിടെ അവരുടെ പാർലമെന്റിന്റെ മുന്നിലാണല്ലേ? അത് ശരി. ഇപ്പോൾ യുക്രൈനിൽ എങ്ങനെ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ എങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ? വലിയ പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല? അധികം എഫക്ട് ചെയ്തിട്ടില്ല. ബോർഡറിന്റെ അടുത്താണോ? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും അറിയാം. അല്ലെങ്കിലും നിങ്ങൾ വാറുള്ളപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്തോ കുറച്ച് സമയം? ഓക്കെ. കംപ്ലീറ്റ് ചെയ്തു. വാറ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരുന്നു? ഇടയ്ക്ക് ബ്രേക്ക് വന്ന് ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു. അത് ശരി. അപ്പോൾ ഇൻഗേജ്മെന്റ് ഇവിടെ വന്നു, വന്നപ്പോഴാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഓ അത് ശരി. അത് ശരി. അപ്പോൾ അന്നേരം പകുതിയാക്കി വെച്ചിട്ട് പോയ മ്യൂറൽ പെയിന്റിംഗ് ആണിത് അല്ലേ? അപ്പോൾ ഇത് ഇപ്പോൾ മുഴുവനാക്കി. അപ്പോൾ അവിടുത്തെ കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. യു ആർ എ ഡോക്ടർ now. You can practice there in Ukraine too?
Okay. ഇവിടെയും ചെയ്യും. അത് ശരി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ എക്സാം ഉണ്ട്, അത് എഴുതിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് ശരി. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ work ചെയ്യാം. ഉക്രൈനിൽ താമസിച്ചിട്ട് ഇവിടേക്ക് മടങ്ങി വരാൻ ഇഷ്ടമുണ്ടോ അല്ല ഉക്രൈനിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടമുണ്ടായിരുന്നത്? വാറുണ്ടെങ്കിലും ഉക്രൈനാണ് ഇഷ്ടം. ഓക്കെ, അത് വൈകിയിലേക്ക് ഫ്രീഡം, സേഫ്റ്റി, അതെ, അത് ശരി. ഇവിടുത്തെക്കാളും നല്ലതാണ്. വാറുള്ള കൺട്രി ആണെങ്കിലും ആണെങ്കിലും more safe. safe ആണ്. ഓക്കെ, അത് ശരി. പിന്നെ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയോ ക്ലൈമാറ്റിക്കലി? ക്ലൈമറ്റ് യൂറോപ്യൻ കൺട്രീസിലുള്ള പോലെ തന്നെ എക്സ്ട്രീം വിൻ്ററും ചില സമയത്ത് സമ്മർ ആണെങ്കിൽ എക്സ്ട്രീം ഇച്ചിരി കൂടുതലായിരിക്കും. ഓക്കെ. ഓട്ടം, സ്പ്രിംഗ്. സ്നോ ഇല്ലേ? സ്നോ. എന്നാലും ഇഷ്ടമാണ് അല്ലേ? ആ. ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്? ഫുഡ് ഹാബിറ്റ്സ് അവരുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. Okay. പക്ഷെ നമ്മൾ ഇവിടുത്തെ പോർക്കാണ് കൂടുതൽ. പിന്നെ സാലഡ്സ്, ബ്രെഡ്, അതൊക്കെ. ഇപ്പോഴും ഈവൻ നൗ യു വോണ്ട് ഗോ ബാക്ക്? അത് അത് ശരി. അപ്പോൾ ക്ലെൻലിനെസ് ഒക്കെ അവിടെ യൂറോപ്യൻ കൺട്രി പോലെ നല്ല കൂടുതൽ. മാറുണ്ടെങ്കിലും നല്ല സ്ഥലമാണ്. ഓക്കെ, അതൊരു പുതിയ ഇൻഫർമേഷൻ. നാച്ചുറൽ അവിടുത്തെ ലാംഗ്വേജ് എന്താ? യുക്രൈനിയൻ തന്നെ. യുക്രൈനിയാണ്. അതെല്ലാം പഠിച്ചോ കുറേശ്ശെ? വായിക്കാൻ എഴുതാനും. പക്ഷേ യു ലേൺ ഒരു ലാംഗ്വേജ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പഠിപ്പിക്കും, അവര് Language കോഴ്സിന്റെ class കൂടെ തന്നെ പഠിപ്പിക്കും. ഓക്കെ. ബട്ട് പഠിക്കുന്നതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിലല്ലേ ഇംഗ്ലീഷ് പഠിക്കുന്നത്? തന്നെയാണ് പഠിക്കുന്നത്. അത് ശരി. പക്ഷേ ലോക്കൽ ലാംഗ്വേജ് പാസ് ചെയ്യണം അല്ലേ? ബിക്കോസ് യു പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. പഠിച്ചെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞു. റിട്ടേണും അറിയാം, ആ, സ്പീക്കിംഗ് അറിയാം, വായിക്കാൻ രണ്ടും അറിയാം. ഓക്കെ.